എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത്. സംഖ്യാപുസ്തകം 23 അധ്യായം 10 വാക്യം. എണ്ണാഗമം 23 അധികാരം 10 വാക്യം. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, അവസാനം അവൻ്റേതുപോലെ ആകണം. വായിച്ച വാക്യം ബിലയാമ ദൈവപുരുഷനാ, പ്രവാചകനാ. തൻ്റെ വലിയൊരു ആഗ്രഹം, ഭക്തൻ മരിക്കുന്ന പോലെ എനിക്കും മരിക്കണം, അവൻ്റെ അവസാനം പോലെ എനിക്കും ആകണം. വലിയ ആഗ്രഹമാണ്. ഒരു ഭക്തന്റെ മാത്രമല്ല, ഏത് മനുഷ്യന്റെ ആഗ്രഹമാണ്. പക്ഷേ ബിലയാമിന് അത് കഴിഞ്ഞില്ല എന്നൊരു ദുഃഖ സത്യം ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആഗ്രഹം നല്ലതാണ്, നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം. പക്ഷെ സാധിക്കുമോ, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അവിടെയാണ് വിഷയം. യശയ്യാപ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 1 വാക്യം. നീതിമാൻ നശിക്കുന്നു, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, ഇതാരും ഗണ്യമാക്കുന്നില്ല. ആരും ഇത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, വില എന്താണെന്ന് അറിയുന്നില്ല. ദാവീദിന്റെ വലിയൊരു നിലവിളി 12-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യ പ്രവാചകനോട് പറയുന്ന ഒരു വാക്യം, എന്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. വലിയ സാക്ഷിയാണ്, ഭക്തനായിരുന്നു നിന്റെ ശിഷ്യൻ. എൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു എന്ന് പറയണമെങ്കിൽ ഭക്തനായി ജീവിക്കണം. ഒരു ദൈവദാസനെ കുറിച്ച്, ഒരു ദൈവവൈദ്യനെ കുറിച്ച് മറ്റുള്ളവർ ഒരു സാക്ഷ്യം ഇങ്ങനെ പറയുവാൻ, അത് കേൾക്കുവാൻ, അത് അങ്ങനെയൊന്നും കേൾക്കുന്നത് എത്ര അല്ലേ? ഭക്തനായിരുന്ന ആൾ. എൻ്റെ പലരും പ്രസംഗിക്കുകയാണ്, എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചി ഒരു ഭക്തയായിരുന്നു, ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യാക്കോബ് അപ്പോസ്തലനോട് ചോദിച്ചാൽ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ എന്താ യഥാർത്ഥ ഭക്തി? പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ആമേൻ. എന്താ ഭക്തി? എത്ര പേർക്ക് കഴിയും? അനാഥരെയും വിധവമാരെയും കരുതുന്നതിലും അവരെ പോയി കാണുന്നതും അവരുടെ സങ്കടം കേൾക്കുന്നതും അറിയുന്നതും അവരോടുകൂടി സഹകരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നതൊക്കെ ഒരു ഭക്തന്റെ ലക്ഷണമാണ്. അവനെ ഭക്തൻ എന്ന് പറയാൻ പറ്റൂ. ഭക്തന്മാരില്ലാതെ പോകുന്നു. ദാവീദ് നിലവിളിക്കുക, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോവുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് നിലവിളിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാ. ഭക്തന്മാരുടെ കാലം ഇല്ലാതെക്കൊണ്ടിരിക്കുക. നമുക്ക് കഴിയുമോ? നല്ലൊരു പേര് കേൾക്കാൻ നമുക്ക് കഴിയുമോ? ഒരു നല്ല സാക്ഷ്യം നമ്മെക്കുറിച്ച് കേൾക്കാൻ കഴിയുമോ? ചിന്തിക്കാൻ ഒരു സമയം തരിക. ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണം, ഒരു നല്ല സാക്ഷ്യം കേൾക്കുവാൻ. എൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു എന്ന് ആമേൻ പറയുന്നതായ ഒരു നല്ല ഭാര്യ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടുകാര്, വീട്ടുകാര്, സഭക്കാര് നമ്മെക്കുറിച്ച് ഒരു സാക്ഷ്യം, നല്ലൊരു നല്ല സാക്ഷ്യം കേൾക്കുവാൻ നമ്മെ സമർപ്പിക്കാം. ദൈവങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.